ഒരു മനുഷ്യൻ ഒരു വലിയൊരു ബിൽഡിങ്ങിൻ്റെ താഴെ ഇങ്ങനെ നിൽക്കുമ്പോൾ മുകളിൽ നിന്നൊരാൾ ഒരു 5 രൂപ തൊട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിലോട്ട് ഇട്ട് കൊടുത്തു. അദ്ദേഹം നോക്കുമ്പോൾ ഒരു നന്മ അല്ലെങ്കിൽ ഒരു 5 രൂപയുടെ തൊട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ കിടക്കുക. അദ്ദേഹം അത് എടുത്തു. വളരെ സന്തോഷത്തോടു കൂടെ പോക്കറ്റിലിട്ടുകൊണ്ട് അദ്ദേഹം വീട്ടിലേക്ക് പോയി. പിറ്റേ ദിവസവും അതേ സ്ഥലത്ത് അദ്ദേഹം വന്ന് നിന്നപ്പോൾ മുകളിൽ നിന്ന് മനുഷ്യൻ അതേപോലെ ഒരു 10 രൂപയുടെ നോട്ട് അദ്ദേഹത്തിന് മുന്നിലോട്ട് ഇട്ട് കൊടുത്തു. അദ്ദേഹം ഉടനെ തന്നെ അതെടുത്തു, പോക്കറ്റിലിട്ടു. സന്തോഷത്തോടു കൂടെ അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിപ്പോയി. അപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, ഇനിയും അവിടെ പോയാൽ അദ്ദേഹത്തിന് എന്ത് കിട്ടും? നന്മ കിട്ടുമെന്നുള്ള ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കിയ മനുഷ്യൻ വീണ്ടും അവിടെ ആ സ്ഥലത്ത് വീണ്ടും വന്നു നിന്നു. മുകളിൽ നിന്ന് മനുഷ്യൻ എന്ത് ചെയ്തു? ഒരു കല്ലെടുത്ത്, ഒരു കുഞ്ഞു കല്ലെടുത്ത് അദ്ദേഹത്തിൻ്റെ തലയിലേക്ക് ഇട്ട് കൊടുത്തു. മുകളിൽ നിന്ന് വന്ന കല്ല് വളരെ വേഗത്തിൽ വന്നതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ തലയിൽ വീണപ്പോൾ എന്തുണ്ടായി? നല്ല വേദന എടുത്തു. ഇദ്ദേഹം ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് ഈ വേദന എവിടെ നിന്ന് വരുന്നുവെന്ന് നോക്കിക്കൊണ്ട് അദ്ദേഹം മുകളിലേക്ക് നോക്കി. ഞാൻ ഈ കുഞ്ഞു കാര്യം പറഞ്ഞ വേറൊന്നുമല്ല, ഒരു വേദന വരുമ്പോഴാണ് നമ്മളെല്ലാവരും ദൈവത്തെ വിളിക്കുകയും മുകളിലേക്ക് നോക്കുകയും ചെയ്യുന്നത്. ഒരു നന്മ കിട്ടുമ്പോൾ നമ്മൾ ആരും എന്ത് ചെയ്യത്തില്ല? നമ്മൾ ദൈവത്തെ നോക്കാറുമില്ല. നാം ദൈവത്തെ ഒന്ന് ഓർക്കുക പോലുമില്ല. ഒരു വേദന വരുമ്പോൾ, ഒരു കഷ്ടത വരുമ്പോൾ, ഒരു പ്രയാസം വരുമ്പോൾ ദൈവമേ എന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന നമ്മൾ, ഒരു സന്തോഷമോ ഒരു നന്മയോ നമ്മുടെ ജീവിതത്തിൽ വരുമ്പോൾ ആ ദൈവത്തെ നമ്മൾ പലപ്പോഴും മറക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. നമ്മെ സ്നേഹിക്കുന്ന ദൈവം എത്ര ഭയങ്കരമായിട്ടാണ് നമ്മൾ സ്നേഹിക്കുന്നത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. നമ്മൾ എത്രയൊക്കെ തന്നെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാലും, നമ്മൾ എത്രയൊക്കെ തന്നെ ദൈവത്തെ മറന്ന് മാറിപ്പോയാലും, നമ്മെ മറക്കാത്തൊരു സ്നേഹം, അത് യേശുവിൻ്റെ സ്നേഹമാണ്.